വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജെനിയും മോനിഷയും ഞാനും കൂടി ഇഹവന്തുവിലേക്ക് ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് വേണ്ടിയിട്ട് പോകുവാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം. സോ വെൽക്കം ടു എയിംസ് വ്ലോഗ്. ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറുവാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ജെനിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ജെനിയോട് നമുക്ക് കൂടുതൽ വിശേഷം ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ജെനി, ടെൽ മീ അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. ജെനി, ഹൗ ആഫ്റ്റർ 20 minutes I will tell my. അങ്ങനെ നമ്മളിപ്പോൾ ഹിവന്ത് സ്കൂളിലെത്തി. ഇനി സ്കൂളിൽ അവർ നമ്മളെ വെൽക്കം ചെയ്തു. ലീഡിങ് ടീച്ചർ ഉൾപ്പെടെ നിന്നുകൊണ്ടാണ് നമ്മളെ വെൽക്കം ചെയ്തത്. ഫസ്റ്റ് സെഷൻ അവർ നമുക്ക് ബ്രീഫിംഗ് തരുമായിരുന്നു, സെഷൻ എങ്ങനെയാണെന്ന്. പിന്നീട് നമ്മളെ ഒരു സ്കൂൾ ടൂർ എന്ന രീതിയിൽ സ്കൂളിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി നമ്മളെ കൊണ്ടുപോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്റ്റാഫ് റൂമാണ്. കാരണം ക്യാബിൻ രീതിയിൽ തന്നെയാണ് ഒരു ടീച്ചറിന് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് കമ്പ്യൂട്ടർ ലാബായിരുന്നു. ആ സ്ട്രെങ്ത് അനുസരിച്ച് ഒരുപാട് കമ്പ്യൂട്ടേഴ്സും ഉണ്ടായിരുന്നു. പിന്നീട് മൾട്ടിപർപ്പസ് ഹാള്, അവിടേക്ക് 2 സെഷൻ ആയതുകൊണ്ട് തന്നെ 400 സ്റ്റുഡൻസിനെ അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വലിയൊരു ഹാളുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ലീഡിങ് ടീച്ചേഴ്സിൻ്റെ റൂം, അതുപോലെ പ്രിൻസിപ്പളിൻ്റെ ക്യാബിൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെൻറ്റ് ക്ലാസ് ആണ്. കുട്ടികളുടെ കഴിവ് മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തുകൊണ്ട് ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ബ്രെഡ്, ജാം, ബട്ടർ, റോഷി, കറി, മുട്ട തുടങ്ങിയ വിഭവ സമൃദ്ധമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ സെഷൻ തുടങ്ങി. ആദ്യമേ തന്നെ അവർ നമുക്ക് ഫയലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫയല്, പേപ്പർ, പെൻ, ഒരു വെൽക്കം പെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി. നമ്മൾ 2 ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ചു. ഓരോ സെഷൻ്റെയും ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് ഷഫ മാം ക്ലാസ് എടുത്ത് തന്നിരുന്നു. സെഷൻ ഒട്ടും ബോറിംഗ് ഒന്നും ഇല്ലാതെ ഭയങ്കര എല്ലാവരും എനർജറ്റിക് ആയിരുന്നു, ആക്റ്റീവായിരുന്നു. ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി തന്നെയാണ് ഗ്രൂപ്പിനെ മുന്നോട്ട് നയിച്ചത്. എന്നിരുന്നാലും ഫസ്റ്റ് സെഷൻ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം ഒരു കുഞ്ഞ് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഷോർട്ട് ബ്രേക്കിന് ശേഷം സെഷൻ ഉണ്ടായിരുന്നു. സെഷൻ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചിന് പോയി. വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഫിഷിൻ്റെ ഒരു കറിയും പിന്നെ മുട്ട, അതുപോലെ സാലഡ്, അങ്ങനെയുള്ള വെറൈറ്റി ഒരു ഡിഷായിരുന്നു. അതിനുശേഷം നമ്മളോട് പറഞ്ഞു അടുത്ത സെഷൻ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്ത് നമുക്കവർ റൂമൊക്കെ കാണിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും റൂമിലേക്ക് പോയി. എവിടെ പോവാ? ഇതെന്തെങ്കിലും പൊതിഞ്ഞേട്ടിരിക്കണേ? Why you covered? No umbrella. Forget the umbrella, right? We forgot umbrella. Okay. And it is too sunny. അപ്പോൾ ആഫ്റ്റർനൂൺ സെഷന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് നടക്കുക. സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 3 minutes ദൂരം മാത്രമേ ഉള്ളൂ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ആഫ്റ്റർനൂൺ സെഷനിലേക്ക് നടക്കുക. ഹലോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ദൂരം വന്നേക്കണേന്ന്. അല്ല, കാരണം സെഷനെല്ലാം നമ്മൾ കൂടുതൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടുത്തെ പ്രത്യേകമായ ഹൈലൈറ്റ് ഞങ്ങളുടെ ഫുഡ് അടി തന്നെയായിരുന്നു. വീണ്ടും ചായ കുടിച്ചു. പിന്നീട് ഞങ്ങൾ വീണ്ടും സെഷനിൽ പോയി. ഇന്നത്തെ ഈവനിങ് സെഷൻ കഴിഞ്ഞു. ഇനി 7 മണിക്കാണ് നൈറ്റ് സെഷൻ ഉള്ളത്. ഞങ്ങളിവിടെ ഈ സ്കൂളിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യുകയാണ്. കാരണം ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര ഗ്രീനറിയാണ്. അങ്ങനെ എല്ലാം കൊണ്ട് നോക്കണമെങ്കിൽ മനുഷ്യന്ന് കാണിച്ചേക്കണ്ട. എല്ലാം കൊണ്ട് നോക്കാനാണെങ്കിൽ ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ്. ഭയങ്കര ഷെയ്ഡ്സ് ഉണ്ട്, അതുപോലെ നല്ല കാറ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇന്നത്തെ ഈവനിങ് സെഷന് ശേഷം നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോവുക? Shopping, free time shopping. എന്ത് സാധനം വാങ്ങാൻ പോവുക ജെനി? Shopping, we will buy dresses, slippers, something to eat, something different. We will buy something different. Yes, first focus will be on food. Second will be on ആക്ച്വലി ജെനി, എനിക്കൊരു ഡൗട്ട്. സെഷനിൽ വന്നിട്ട് നിങ്ങൾ തിന്നാനാണോ? Morning breakfast. Then lunch, evening snacks. Evening snack. Now waiting for dinner. At 7 o'clock അല്ലേ? Very good. Keep it up. ആ പോണത് ആരൊക്കെയാ ജെനി? That colleagues. New friends, huh? Yeah. From different islands.
മനുഷ്യ കപ്പലണ്ടി. നമ്മൾ സെയിം അല്ലേ? മനുഷ്യ അപ്പൊ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചോ ഡിസംബറിൽ നാട്ടിൽ കൊണ്ടുപോകാൻ. എന്നൊക്കെയാ മനുഷ്യ വാങ്ങിച്ചേ? ചോക്ലേറ്റ് വാങ്ങി. കാണിക്ക് അകത്തി പിടിച്ച് കാണിക്ക, അല്ലെങ്കിൽ പിന്നെ മിനി ചോബ്ലറോൺ പാക്കറ്റ്. ടോബ്ലറോണൊക്കെ. One big packet of truffle. ആ ട്രഫ്ലെ. ആ ഓക്കെ ദെൻ This one out. ആ അത് ഇപ്പൊ കഴിക്കാൻ. ഓക്കെ. Only that. എത്ര കഴിച്ചാലും ഞങ്ങൾക്കൊരു രാത്രി ആകുമ്പോൾ വിശക്കും. ആ വിശപ്പ് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഠിച്ചെന്ന് ചോദിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ മനുഷ്യ? മരങ്ങൾ. ഒരുപാട് മരങ്ങളുണ്ട്. നമ്മുടെ അവിടെ കൊലപുഷിയിൽ വെയിലേ എവിടെ നോക്കിയാലും വെയിൽ. ഇവിടെ നോക്കിയിട്ട് മരങ്ങളും തണലും മാത്രവും. അതുപോലെ ഒരുപാട് വീടുകളും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? കുറച്ചുകൂടി അടുപ്പിച്ചടുപ്പിച്ച് വീടുണ്ടെന്ന്. അപ്പോൾ 3rd റൗണ്ട് ഫുഡിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരും ഇതാ അവരുടെ കഫറ്റേരിയയിലേക്ക് പോവുകയാണ്. ജെനി പുറകിൽ ഫോണിൽ തോണ്ടി കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ഇരിക്കുവാണ്. കാരണം ഞങ്ങൾ 3 പേരെ വന്നിട്ടുള്ളത്. ഇത് കുറച്ച് പേരേ ഉള്ളൂ. നമ്മുടെ അറ്റോളിലുള്ള കുറച്ച് സ്കൂളുകൾക്ക് വേണ്ടി മാത്രമേ ഉള്ളതാണ് ഈ ട്രെയിനിങ്. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കി പേര് കൂടി വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. ഈ സ്കൂളിൻ്റെ നൈറ്റ് ആംബിയൻസ് എടുത്ത് പറയേണ്ടതാണ്. ഭയങ്കര തണുവാണ് ഗ്രൗണ്ടിലൊക്കെ. പിന്നെ അവിടെ പ്രത്യേകം ബെഞ്ചസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ മാറി ഇരിക്കുവാണ്. ഒരു സിറ്റിംഗ് പൊസിഷൻ എന്ന രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാവരും ഏത് സെഷന് വന്നിട്ടും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. കിട്ടിയത് മധുരം, കിട്ടാതിരിക്കുന്നത് അതിമധുരം എന്ന് പറയുന്നത് പോലെ വൈകിട്ടായപ്പോൾ നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി ടൈപ്പ് തന്നെ ഒരു രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കസ്റ്റാർഡ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ ഇന്നത്തെ ഫുഡെല്ലാം കഴിഞ്ഞു. ഇനിയൊരു സെഷൻ കൂടി ഉണ്ട്. ആ സെഷനിൽ പക്ഷെ സ്ലീപ്പിംഗ് സെഷൻ അല്ല കേട്ടോ. കാരണം നമുക്കൊരു 2 ടോപ്പിക് കൂടി കവർ ചെയ്യാനുണ്ട് ഈ ഒരു സെഷനിൽ. പക്ഷേ വിശപ്പ് കെട്ടു വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഉറക്കം കണ്ണിലുണ്ട്. എങ്ങനെ അറ്റൻഡ് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി 7:45 ആകാൻ വേണ്ടി ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ വക ഒരു ഊഞ്ഞാൽ കിട്ടി. ആ ഊഞ്ഞാലിലാണ് 3 പേരും കൂടി ഇരിക്കുന്നത്. ഇത്രയുമേ ഇപ്പോൾ ഇന്നത്തെ വിശേഷമുള്ളൂ. ഇതിന് ശേഷം ഞങ്ങൾക്ക് സെഷൻ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ റൂമിൽ പോയി കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നിവിടെ അവസാനിക്കുന്നു. ഇനി നാളെ വീണ്ടും വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ ബൈ, ഗുഡ് നൈറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സെക്കൻഡ് ഡേയുടെ ഫസ്റ്റ് സെഷന് വേണ്ടിയിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. ഇതാ നമുക്ക് അവർ അറേഞ്ച് ചെയ്തിരുന്ന റൂം. അപ്പോൾ ഞങ്ങൾ ബെഡ്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇറങ്ങുവാണ്. ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ജോയിൻ ചെയ്യും. അപ്പം നമുക്ക് സ്കൂളിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇപ്പോൾ ഞങ്ങളിതാ സ്കൂളിൻ്റെ വഴിയിലാണ്. അങ്ങോട്ട് നടക്കണം കുറച്ച്. അങ്ങനെ ഇവിടെ ഇവർ നമ്മുടെ നാട്ടിലേക്ക് പോലെ മീൻ ഉണക്കിയിട്ട് അത് പാക്ക് ചെയ്യും ട്യൂൺ. അപ്പോൾ അതിൽ ഉണക്കാനിട്ടേക്കുന്ന മീനിൻ്റെ ഒരു സെക്ഷനാണത്. പിന്നെ ഇനിയിപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് ബാക്കി പറയാം. അപ്പം നമുക്ക് ഫുഡ് അടിച്ചുകൊണ്ട് തുടങ്ങിയാലോ. ബ്രെഡ്, ബട്ടർ, ജാമ്, ഓംലേറ്റ്, റോഷി, കറി ഒക്കെ തന്നെയായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. പിന്നെ കോഫി വേണ്ടവർക്ക് കോഫി എടുക്കാം, ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം. ഞാൻ ബട്ടറും ബ്രെഡും ഒക്കെ തന്നെയാണ് എടുത്തത്. പിന്നീട് നമ്മൾ സെഷൻ തുടങ്ങി. അപ്പോൾ സെക്കൻഡ് ഡേയുടെ ലഞ്ച് കഴിച്ചാലോ. അങ്ങനെ ഞങ്ങൾ ലഞ്ചും തട്ടി. ഇനിയിപ്പോൾ ഒരു സെഷൻ കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പോയി ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്കൂളിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ തൂക്കി ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ജനിതോ ഷോളൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ ലാസ്റ്റ് സെഷനാണ്. അതൊരു 30-35 മിനിറ്റ്സിൻ്റെ സെഷനാണ്. അതിനുശേഷം വൈകിട്ട് 4:30 ഞങ്ങളുടെ ഫെറി. അപ്പം ഞങ്ങൾ ഹൊറഫിഷിക്ക് പോകും. ഇനി വൈകിട്ട് ടീ ബ്രേക്ക് കൂടിയുണ്ട്. സോ നമുക്കപ്പോൾ കാണാം. reflect on the project they did, and some of them said, I learned how to get along with somebody, or I learned how to work with somebody. അങ്ങനെ സെഷൻ എല്ലാം കഴിഞ്ഞു. ഇനി ചായ കുടിച്ച് നമ്മൾ പിരിയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരുപാട് സ്നാക്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്നവരോട് ഇതിൻ്റെ പേരൊന്ന് ചോദിച്ചറിഞ്ഞാലോ. സീമ മിസ്സേ, ഇതിൻ്റെ പേര് പറയാമോ? ഇത് മാലദ്വീപിൻ്റെ ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇതിൻ്റെ പേരാണ് ബിസ്കീമിയ.
ഇത് വന്നിട്ട് പൊട്ടാറ്റോ പൈ. പൊട്ടറ്റോ പൈ. യാ. ഓക്കെ ഓക്കെ. അപ്പം അതിൻ്റെ കണ്ടന്റ്? ഇത് പൊട്ടാറ്റോ എഗ്ഗ്. എഗ്ഗ്. ആ ഓക്കെ ഓക്കെ. പിന്നെ ബജിയ, ഇതിനെ പറയുന്നതാണ് ബജിയ. ബജിയ. ആ ഓക്കെ. അതിൽ നമ്മുടെ സമൂസ പോലെയൊക്കെ ഉണ്ടല്ലോ ഷേപ്പ്. ഷേപ്പ് സമൂസയുടെ ആണെങ്കിലും ഇവിടുത്തെ സ്നാക്സിന്റെ എല്ലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ സ്റ്റഫ് എന്ന് പറയുന്നത് ഫിഷാണ്. ഓക്കെ 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 ഓക്കെ. സാറിന് എന്തോ സാറേ അതെ അതെ. ഓക്കെ ഓക്കെ. ഷെഫീക്കിന് എന്തോ പറയണം. അപ്പം ഷെഫീക്ക് പറയുന്നുണ്ട്. It's fory, it's like a pancake. ഓക്കെ. വളരെ ഇന്ത്യക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ്. മാൽഡീവ്സിൽ വരിക, കഴിക്കുക. സാറേ ഈ കോഫി എന്ന് പറഞ്ഞില്ലേ, അപ്പം അത് എന്തുവാ? കോഫി ഇതാണ് കോഫി. ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ഗ്ലാസ്സിൽ ഇടുക, ചൂടുവെള്ളം. ഇൻസ്റ്റന്റ് ഇവിടെ ടീച്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഐറ്റമാണ്. നല്ല മധുരമാണ്. അപ്പം ഞങ്ങൾ ഈ കയറി പോണത് ഹിന്ദു സ്കൂളിൻ്റെ ലൈബ്രറി കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് ബുക്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഹാരി പോട്ടറിൻ്റെ ഫുൾ സീരീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുക. ഒരുപാട് ബുക്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അവർ കഴിഞ്ഞിടക്ക് ഏതോ ഒരു പ്രോഗ്രാം വഴി ഇവിടെയും കുറേ ബുക്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. കാരണം ഒരു സ്റ്റഡി സെക്ഷന് വേണ്ടിയിട്ടുള്ള ബുക്സ് ഒരു സൈഡിൽ, വായിക്കാൻ വേണ്ടിയിട്ടുള്ളത്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ ഡിഫറെൻറ്റ് കാറ്റഗറി, അങ്ങനെ എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഭംഗി. ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ആംബിയൻസാണ് നമുക്ക് ഫീൽ ചെയ്യണത്. ആ ഒരു ഗ്രീനറി, അതുപോലെ ആ കടലാണ് ദൂരെ കാണുന്നതെങ്കിൽ നമുക്കതൊരു കായലിൻ്റെ രീതി തന്നെയാണ് തോന്നുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു ആ പൊക്കത്തു നിന്നുള്ള കാഴ്ച കാണാനായിട്ട് തന്നെ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സ്ട്രെങ്ത് കൂടുതലാണ്. 2 സെഷനുണ്ട്, അതുപോലെ 3 നില കെട്ടിടമാണ്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് പോകാൻ ഒരു ബ്രിഡ്ജ് പോലെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വഴി തന്നെ പോയി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് സെഷൻ വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ പോന്നു. ജെട്ടി വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ഞങ്ങളുടെ ഫെറി ലേറ്റ് ആയിരുന്നു. അപ്പോഴാണ് അവിടുത്തെ പാർക്ക് കണ്ടത്. അപ്പോൾ ചെറിയ സൂം ചെയ്തൊരു കുഞ്ഞ് വീഡിയോ എടുത്തു. നല്ല വെയിലായതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. അങ്ങനെ നമ്മുടെ ഫെറി വന്നു. ഇപ്പം ഞങ്ങളെല്ലാവരും 6 ടീച്ചേഴ്സോളം അങ്ങോട്ട്, 7 ടീച്ചേഴ്സോളം ഞങ്ങൾ സെയിം ഫെറിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകുക. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുവാണ്. അങ്ങനെ 2 ദിവസത്തെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ ഫെറിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ യാത്ര അത് ഹൊറേഫുഷിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ്. സോ ടേക്ക് കെയർ, ബൈ.